ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക്. സ്വർണ്ണ കള്ളക്കടത്ത് കേസിൽ കസ്റ്റംസ് ചോദ്യം ചെയ്തയാളെ കോഴിക്കോട് NIT ഗവേണിംഗ് ബോഡിയിൽ ഉൾപ്പെടുത്തിയതിന്റെ പേരിൽ കോൺഗ്രസിൽ വിവാദം. പൊന്നാനി സ്വദേശിയായ വ്യവസായി ലഫീർ മുഹമ്മദിനെയാണ് ഗവേണിംഗ് ബോഡിയിലേക്ക് നോമിനേറ്റ് ചെയ്തത്. കോഴിക്കോട്ടെ കോൺഗ്രസ് നേതൃത്വമോ MP-മാരോ അറിയാതെയാണ് സംസ്ഥാന സർക്കാർ പേര് നൽകിയത് എന്നാണ് വിമർശനം. മുഖ്യമന്ത്രി VD സതീശന്റെ ഓഫീസിൽ നിന്നാണ് ലഫീറിന്റെ പേര് നിർദ്ദേശിച്ചത് എന്നാണ് വിവരം. മുഹമ്മദ് ഷഹീദ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഷഹീദ്, ഗുഡ് മോർണിംഗ്. ഈ ഭരണം തുടങ്ങിയ മാത്രയിൽ തന്നെ ഒരുപാട് വിവാദങ്ങളും പിന്നാലെ വരുന്നുണ്ട്. ബന്ധു നിയമനം അടക്കമുള്ളവ എല്ലാം ഒന്ന് കലങ്ങി തെളിഞ്ഞ് വരുന്ന സമയത്ത് ഇതാ വീണ്ടും ഒന്നുകൂടി എന്താണ് വിവരങ്ങൾ? മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നേരിട്ടാണ് ഈ നിർദ്ദേശം വന്നതെന്നാണല്ലോ അറിയാൻ കഴിയുന്നത്. മോത്തി, ഗുഡ് മോർണിംഗ്. കോഴിക്കോട് NITയിലെ ഗവേണിംഗ് ബോഡിയിലേക്ക് 2 സർക്കാർ പ്രതിനിധികളെ സംസ്ഥാന സർക്കാരിന് നോമിനേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ നോമിനേഷൻ വന്നതിലാണ് ഈ ബിസിനസ്സുകാരൻ ലഫീർ മുഹമ്മദ്, പൊന്നാനി സ്വദേശിയാണ്, ഇയാൾ ഉൾപ്പെടുത്തിയതിനെതിരെയാണ് ഇപ്പോൾ കോൺഗ്രസിനകത്ത് വലിയ വിവാദം ആയിരിക്കുന്നത്. പ്രത്യേകിച്ചും കോഴിക്കോട് കോൺഗ്രസ് നേതൃത്വം അറിയാതെയാണ് ഇത്തരമൊരു നിയമനം, കോഴിക്കോട്ടെ പ്രധാനപ്പെട്ട സ്ഥാപനം, ഒരു ദേശീയ സ്ഥാപനം, ആ സ്ഥാപനത്തിലേക്ക് സർക്കാർ നോമിനിയായി കോൺഗ്രസ് നേതൃത്വം അറിയാതെ ആൾ പോകുന്നു. ആ നിയമിച്ച ആൾ തന്നെ ഇത്തരം ഒരു വിവാദത്തിൽപ്പെട്ട ആൾ എന്നുള്ളത് തന്നെയാണ്. വിവാദം എന്നുള്ളത് അല്ല, ഈ സ്വപ്ന സുരേഷൊക്കെ പ്രതിയായ ഈ സ്വർണ്ണ കള്ളക്കടത്ത് കേസിൽ കേരളത്തിൽ നിന്നും ഡോളർ കടത്തിയ ഒരു ഈജിപ്ഷ്യൻ പൗരനുണ്ടായിരുന്നു. ഈജിപ്ഷ്യൻ പൗരനിൽ നിന്നും വിദേശത്ത് വെച്ച് ഡോളർ വാങ്ങിയത് ഈ ലഫീർ മുഹമ്മദാണെന്ന് കസ്റ്റംസിന് അന്ന് വ്യക്തമായിരുന്നു. അങ്ങനെ ലഫീറിനെ കസ്റ്റംസ് ചോദ്യം ചെയ്തിരുന്നു. പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടൊന്നുമില്ല. പക്ഷേ ഇത്തരം ഒരു ഇടപാടിൽ പങ്കാളിയായ ഒരാൾ എന്നുള്ള ഒരു പ്രതിച്ഛായ, അങ്ങനെയുള്ള ഒരാളെ ഈ NIT ഗവർണിംഗ് ബോഡിയിലേക്ക് സർക്കാർ എന്തിന് നോമിനേറ്റ് ചെയ്തു എന്നുള്ളതാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്ന ചോദ്യം. പൊന്നാനി സ്വദേശിയാണ് ഇയാൾ. പൊന്നാനിയിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ താല്പര്യപ്രകാരമാണ്, അല്ലെങ്കിൽ അവിടെ നിന്നുള്ള നിർദ്ദേശപ്രകാരമാണ് ഇയാളെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കോഴിക്കോട്ട് DCC നേതൃത്വമോ കോൺഗ്രസ് നേതൃത്വമോ ഒപ്പം തന്നെ MP-മാർ ഉൾപ്പെടെയുള്ളവരാരും ഈ വിവരം, ഇങ്ങനെ ഒരാളെ നിയമിക്കുന്നു എന്നുള്ള വിവരം അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. നമ്മൾ അവരുമായി ബന്ധപ്പെട്ടിരുന്നു. അവരറിയാതെയാണ് ഇത്തരമൊരു നിയമനം നടന്നത് എന്നുള്ളതാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത്. കോൺഗ്രസ് നേതൃത്വം ഇക്കാര്യത്തിൽ ശക്തമായ വിമർശനം, അല്ലെങ്കിൽ അതിലൊരു പ്രതിഷേധം അവർക്കുള്ളിൽ രൂപപ്പെടുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 2 പേരുണ്ട്. അതിൽ ഒരാൾ ഈ ലഫീർ മുഹമ്മദാണ്, മറ്റൊരാൾ ആനന്ദമണി എന്നുള്ള ഒരാളാണ്. ആനന്ദമണി ഈ പ്രൊഫഷണൽ കോൺഗ്രസിന്റെ ജില്ലാ നേതൃത്വത്തിലുള്ള ഒരാളാണ്, അങ്ങനെ പാർട്ടിയുമായി ബന്ധമുള്ള ഒരാളാണ്. പക്ഷേ ഈ ലഫീർ മുഹമ്മദിന് പാർട്ടിയുമായി എന്താണ് ബന്ധം? ഒപ്പം തന്നെ ഇത്തരം കേസിൽ ഉൾപ്പെട്ട ഒരാളെ എന്തിന് സംസ്ഥാന സർക്കാർ നോമിനിയായി നിയമിച്ചു, അതും പാർട്ടി നേതൃത്വം അറിയാതെ എന്നുള്ള വിമർശനമാണ് കോൺഗ്രസിനുള്ളിൽ ഇപ്പോൾ ശക്തമായി ഉയരുന്നത്. മോത്തി, ശരി. മുഹമ്മദ് ഷഹീദാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഈ കേസിൽ കുറ്റാരോപിതനായ ആളാണ്, ഇടപാട് നടത്തി എന്നതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യപ്പെട്ട ആളാണ് ഈ ലഫീർ എന്നതാണ് വിവരം. ഈ ലഫീറിനെയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് നേരിട്ട് ഈ പേര് നിർദ്ദേശിച്ചത്, നോമിനേറ്റ് ചെയ്തത് എന്നാണ് ഇപ്പോൾ വിവരം ലഭ്യമാകുന്നത്. അങ്ങനെ ഒരു വിവാദം കോൺഗ്രസിനുള്ളിലുണ്ട് എങ്കിൽ എന്തുകൊണ്ടാണ് മറ്റ് കോൺഗ്രസ്സുകാരൊന്നും ഈ നിയമനവുമായി ബന്ധപ്പെട്ട് ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ല? ഈ നിയമനത്തിൽ മറ്റാർക്കെങ്കിലും എതിർപ്പുണ്ടോ? തുടങ്ങി ഇനി വരുന്ന മണിക്കൂറുകളിൽ ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തുവരും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. മുഹമ്മദ് ഷഹീദിന് നല്ല ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.